വന്നിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ പോയിട്ടുള്ളത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്കാണ്. ഇന്നും നമ്മൾ മെട്രോ എടുത്ത് തന്നെയാണ് പോകുന്നത്. ട്രാവൽസിക്കുള്ള എനിക്ക് ഏറ്റവും ഉപകാരമായിട്ട് ഇവിടെ തോന്നിയത് ഈ ഒരു മെട്രോ തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ട്രാവൽ ഫ്രണ്ട്ലിയും ഒക്കെയാണ് കേട്ടോ മെട്രോ. പക്ഷെ ചില സമയത്ത് നമുക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഡൽഹി മെട്രോയിൽ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മളിതാ നമ്മുടെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഹൈപ്പ് കിട്ടിയതും ഞാൻ ഡൽഹിയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പോകാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ചാന്ദിനി ചൗക്ക്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിരുന്നു ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ പോയിട്ട് സരോജിനി മാർക്കറ്റിൽ ഇതിനേക്കാളും റേറ്റ് കുറച്ചിട്ട് സാധനങ്ങൾ കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. എല്ലാത്തിനും ഈ ഓവർ പ്രൈസ്ഡ് ഉണ്ട് കേട്ടോ. അതായത് ഓർണമെൻറ്റ്സിന് അടക്കം ഇവിടെ റേറ്റ് കൂടുതലാണ് കമ്പയറിങ് ടു നമ്മുടെ ജൻപത് മാർക്കറ്റും സരോജിനി മാർക്കറ്റും വെച്ച് നോക്കുമ്പോൾ. പക്ഷെ നമുക്കൊരു കല്യാണം കൂടാനുണ്ട്, അല്ലെങ്കിൽ നമുക്കുള്ള വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. കാരണം ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മാർക്കറ്റ് അതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തതാണ്. ഈ ഒരു ചെരുപ്പൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. 350 റുപ്പീസായിരുന്നു. അതെനിക്ക് കുറച്ച് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ചെരുപ്പ്. പിന്നെ ലെഹങ്കകൾ, ഈ ബ്രൈഡ്സിൻ്റെ ഒക്കെ ലെഹങ്കകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളിങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഈ ഷോപ്പിൻ്റെയൊക്കെ മുന്നിൽ നിന്ന് ഒരുപാട് പേര് നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. നമുക്ക് അഫോർഡബിൾ റേറ്റിന് ലെഹങ്ക തരാം, നിങ്ങൾക്ക് പാർട്ടി വെയർ ആണോ വേണ്ടത്, അതല്ലെങ്കിൽ ബ്രൈഡൽ ലെഹങ്കയാണോ വേണ്ടത്, 2000-ൻ്റെ ലെഹങ്കയുണ്ട്, 1000-ൻ്റെ ഹെവി ലെഹങ്ക ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ എപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ, നമ്മൾ SM സ്ട്രീറ്റ് കാലിക്കറ്റൊക്കെ പോയവർക്ക് അറിയായിരുന്നു, അതിങ്ങനെ വിളിക്കുമായിരുന്നു. അതേപോലെയാണ് ഇവർ വന്നിട്ട് നമ്മളടുത്തുനിന്ന് ലെഹങ്കയ്ക്കൊക്കെ വേണ്ടിയിട്ട് ബ്രൈഡൽ സാരിയാണോ വേണ്ടത്, ലെഹങ്കയാണോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാം. അപ്പോൾ എനിക്ക് തോന്നിയത് ഈ മാരേജ് ഫംഗ്ഷനൊക്കെ അടുത്ത ആൾക്കാർക്ക് ഇവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിന് കാര്യങ്ങൾ കിട്ടും. അല്ലാതെ നമുക്ക് ഡെയിലി യൂസിനുള്ള ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ കുറവായിരുന്നു കമ്പയറിങ് ടു അതർ മാർക്കറ്റ്സ്. ഞാൻ 1-2 ഷോപ്പിലൊക്കെ പോയിട്ട് നോക്കിയപ്പോൾ എനിക്ക് അവിടെ കുറച്ചും കൂടി ഒരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അതായത് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾക്ക്, അതായത് നോർമൽ വെയർസിന് ഇവിടെ ഭയങ്കര റേറ്റ്, പക്ഷേ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ക്ലച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, അത് അത്യാവശ്യം കുട്ടികൾക്കുള്ളത് ഇവിടെ ഇങ്ങനെ അഫോർഡബിൾ റേറ്റിൽ, പക്ഷേ എല്ലാം എത്നിക് വെയേഴ്സാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മാരേജ് പാർട്ടീസിന് വേണ്ടി തന്നെ ഉള്ളൊരു മാർക്കറ്റാണ്. അങ്ങനെ അതെല്ലാം കറങ്ങി നമ്മൾ കുറച്ച് ക്ഷീണിച്ചു. അങ്ങനെ നമ്മളൊരു ഷോപ്പിലെത്തിയിട്ട് കുറച്ച് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. സാധാരണ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ നോർത്തിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറേ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ 1 ഡേ ഫുള്ള് നമുക്കൊന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ ഫുഡ് പല സ്ഥലത്തുനിന്നും കഴിച്ച് ശീലമായ നമ്മുടെ ശരീരം തന്നെ അതങ്ങോട്ട് ഓക്കെ ആക്കും. പിന്നെ നമുക്ക് ചെറിയ ചെറിയ പണികളൊന്നും അങ്ങനെ ഏൽക്കൂല എന്നുള്ളതാണ് സത്യം. ബാംഗിൾസിന് മാത്രമായിട്ട് വരെ ഇവിടെ കടകളുണ്ട്. പക്ഷേ കൂടുതൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ നോർത്ത് ഇന്ത്യൻ ബ്രൈഡ്സിൻ്റെ ബാംഗിൾസ് കാര്യങ്ങളൊക്കെയാണ്. അവർ ഇവിടുത്തെ ബ്രൈഡ്സൊക്കെ കയ്യിൽ ഒരു ഹാങ്ങിങ്സ് പോലൊരു സംഭവം തൂക്കും. ഇതിൻ്റെ പേരെനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. അത് ബ്രൈഡ്സിൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇത് നല്ല രസമാണ് ആ ബ്രൈഡ് ഇതൊക്കെ ഇട്ടിട്ട് കാണാൻ. നമ്മുടെ ഉത്തരാഖണ്ഡിലെ ബ്രൈഡ്സിൻ്റെ കയ്യിലും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ 2 സംഭവങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലൊക്കെ ഇത് ഭയങ്കര റേറ്റാട്ടോ, ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മൾ ഹൽദിക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഇയറിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെയുള്ളതിനൊക്കെ റേറ്റ് കുറവായിട്ടായിരുന്നു. കുറേ പേര് വന്നിട്ട് ബണ്ടിലായിട്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ഇവിടുന്ന്. പിന്നെ ക്ലച്ചസിനൊക്കെ നമ്മുടെ പൂക്കി ക്ലിപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര റേറ്റ് കുറവായിട്ട് 100 എണ്ണത്തിന് 100 രൂപയ്ക്ക് 8 എണ്ണം വെച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ അധികം വിൻ്റർ ഡ്രസ്സായിരുന്നു പിന്നെ ഒരു ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. നല്ല ഹുഡീസും കാര്യങ്ങളൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഡിസൈനർ ആയിട്ടുള്ള ഇതേപോലെ ഉള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സിലൊക്കെ അധികം എത്നിക് വെയർ തന്നെയാണ്. ഇതുപോലത്തെ സ്വെറ്റ് ഷർട്ട്സ്, പിന്നെ ടീഷർട്ട്സ്, അതിനൊക്കെ റേറ്റ് കുറവായിരുന്നു. അത് ഇപ്പോൾ വിൻ്റർ പ്രമാണിച്ച് കൊണ്ടുവച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ ഡൽഹിയിലുള്ള എല്ലാ മാർക്കറ്റ്സിലും ഞാൻ കണ്ടിട്ടുള്ള സംഭവങ്ങളാണ് ഇതേപോലത്തെ ഇയറിങ്സ് കാര്യങ്ങൾ. ഇതിന് പക്ഷേ ഇവിടെ റേറ്റ് കൂടുതൽ തന്നെയായിരുന്നു.
അപ്പം പിന്നെ ഇതേപോലെയുള്ള സംഭവങ്ങളില്ലേ, അതായത് ബ്രൈഡ്സൊക്കെ യൂസ് ചെയ്യുന്ന, ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന, അതിനൊക്കെ റേറ്റ് കുറവായിരുന്നു ഇവിടെ. പക്ഷേ എല്ലാം ഒരു ഭയങ്കര എന്താ പറയുക, കല്യാണത്തിനൊക്കെ മാത്രം ബ്രൈഡ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല നോർമലായിട്ട് ആരും ഇത്രയും ഹെവി ആയിട്ടുള്ള ആഭരണങ്ങളൊക്കെ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യും കേട്ടോ. അവർക്ക് കല്യാണത്തിനൊക്കെ ബ്രൈഡും ബ്രൈഡിൻ്റെ അനിയത്തിയും ബ്രൈഡിൻ്റെ ചേച്ചിയും ബ്രൈഡിൻ്റെ അമ്മ വരെ അത്ര ഹെവിയിലുള്ള ഓർണമെൻറ്റ്സും ഡ്രസ്സും കാര്യങ്ങളാണ് ഇടുക. പിന്നെ ഇവിടെ നല്ല അടിപൊളി അഫോർഡബിൾ റേഞ്ചിൽ ഷൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആയിട്ടുണ്ടായിരുന്നു. അത് പല നല്ല ബ്രാൻഡിൻ്റെയും കോപ്പീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് അഫോർഡബിൾ ആയുള്ള റേഞ്ചിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഒരു സൈഡിലോട്ടായിട്ട് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നതായിരുന്നു. ഇത് സമൂസയാണ്. പിന്നെ സമൂസ എനിക്ക് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സമൂസ ഇഷ്ടേ അല്ല. ആലു പുഴുങ്ങി ഉള്ളിൽ വെച്ചിട്ടുള്ള സമൂസയാണത്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകൾ ഇങ്ങനെ നിരന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളതുണ്ടായിരുന്നു. പക്ഷെ ചില ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അവർ വണ്ടികളൊന്നും അങ്ങനെ വിടുന്നില്ലെങ്കിലും റിക്ഷക്കാർ മാത്രമേ ഉള്ളൂ അവിടെ അലൗഡ് ഉള്ളൂ. പക്ഷെ എന്നാലും ഭയങ്കര തിരക്കായിരുന്നു. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇങ്ങനെ നാണയങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. കോയിൻസ് തന്നെ പല ടൈപ്പ് കോയിൻസ്, പണ്ടുള്ള കോയിൻസൊക്കെ ഞാൻ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കോയിൻ കളക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് മേടിക്കാൻ അടിപൊളിയായിരിക്കും. ഷോപ്പല്ലാതെ തന്നെ മാർക്കറ്റിൻ്റെ പുറത്തും കുറച്ച് ചെറുകിട കച്ചവടക്കാർ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ഐറ്റംസ് ഉള്ള കുൽഫി പോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മക്കാന പോലത്തെ ഐറ്റംസ് ഇല്ലേ, ഈ ലോട്ടസ് സീഡ്, അതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുണ്ടായിരുന്നു. പിന്നെ കിവി ഫ്രൂട്ടൊക്കെ എനിക്ക് തോന്നി ഈ ഒരു ബോക്സിന് 100 rupees ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു 7 എണ്ണം എങ്ങാനും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണ്. അതിങ്ങനെ ചുട്ട് വെച്ചതായിരുന്നു. അതും ഒരുപാട് പേര് വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രേപ്സ് ഒക്കെ 100 രൂപയ്ക്കായിട്ട് കിലോയ്ക്ക് 120 അങ്ങനെ എന്തോ റേഞ്ചിന് കിട്ടുന്നുണ്ടായിരുന്നു അവിടുന്ന്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. ആകെ കൂടെ ഉണ്ടായിരുന്നത് ലെഹങ്ക, പിന്നെ എത്നിക് വെയർസ് അതുപോലെയുള്ള കാര്യങ്ങളാണ്. കുറേ ചുരിദാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൻ്റെ മുന്നിൽ എത്തുമ്പോഴത്തേക്ക് വരെ വിളിക്കും അകത്തേക്ക്. ചില സ്ഥലത്തൊക്കെ ഈ ലെഹങ്കയ്ക്കൊക്കെ 899 അങ്ങനത്തെ അത്ര റേറ്റിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 899 ആ ഒരു റേഞ്ചിലുള്ളതാണ്. പക്ഷേ എല്ലാത്തിലും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഡ്രസ്സ് കാര്യങ്ങൾ, ലെഹങ്കാസൊക്കെ തന്നെ ആ ടൈപ്പിലാണ്. ഈ ഒരു മാർക്കറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉച്ചയായപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ മാർക്കറ്റിനുള്ളിൽ നിന്ന് പുറത്തെടുത്താലേ നമുക്ക് ക്യാബ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരു റിക്ഷ വിളിച്ചിട്ടാണ് പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റിക്ഷയിൽ പോകാനായിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ റിക്ഷയിലൊക്കെ കയറി. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് അയാൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ കയറാൻ ഇഷ്ടമാണെങ്കിലും അയാളത് വലിച്ചുകൊണ്ടുവന്ന് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ OMX മോളിൽ പോയി. അവിടുന്ന് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് ക്ഷീണിച്ചാലേ ഇതിനുള്ളിലാവുമ്പം നല്ല സുഖമായിട്ട് ഇരിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പോയത്. ഇതിനുള്ളിൽ കുറേ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നമ്മളൊരു മലയാളി റെസ്റ്റോറൻറ്റ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ മലയാളി ഫുഡ് കിട്ടുമായിരുന്നു. പക്ഷേ ബിരിയാണി വലിയ കുഴപ്പമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പൊറോട്ടയായിരുന്നു മേടിച്ചത്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി മാർക്കറ്റ് വീഡിയോ തന്നെയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.